ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് മൊഡ്യൂൾ 2 ഹൗസിംഗ് ഫിനാൻസിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമുക്കെല്ലാവർക്കും ഒരു വീട് എത്രയും അത്യാവശ്യമാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ നമ്മൾ കുറേ സേവിങ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് കടമൊക്കെ മേടിച്ച് എന്ത് ചെയ്യും, ഒരു വീട് വയ്ക്കും. സോ ലൈക്ക് ദാറ്റ് എന്ത് ചെയ്യുന്നു, നമ്മൾ എന്താ പറയണ, ബാങ്കിൽ നിന്നോ ഒക്കെ എന്ത് ചെയ്യുന്നു, ലോൺ എടുത്ത് അല്ലെങ്കിൽ അവർ ലോൺ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് നമ്മളൊക്കെ വീട് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ അതിനെ എന്താണ് റിനോവേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ എക്സ്പാൻഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യാറുണ്ട്. സോ നമുക്കെല്ലാം ഫെമിലർ ആയിട്ടുള്ള ഒരു ഇതാണ് എന്താണ് ഹൗസിംഗ് ഫിനാൻസ് എന്ന് പറയുന്നത്. അതിനെ പറ്റിയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ ഹൗസിംഗ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, റെഫേഴ്സ് ടു ഓൾ ഫിനാൻഷ്യൽ അറേഞ്ച്മെൻറ്റ് ടു പ്രൊവൈഡ് ദ ഫണ്ട് വിച്ച് ഹോം സീക്കേഴ്സ് നീഡ് ടു കൺസ്ട്രക്ട് ഓർ പർച്ചേസ് ഓർ ഡെവലപ്പ് ദെയർ ഓൺ ഹോംസ്. എന്ന് പറഞ്ഞാൽ സ്വന്തം വീട് വയ്ക്കാൻ വേണ്ടി എന്താണ് ഫിനാൻഷ്യലി അറേഞ്ച് ചെയ്യുന്നതിനാണ് എന്തോന്ന് ഹൗസിംഗ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഒരു ഡെഫിനിഷൻ പറയുകയാണ് എന്താണ്, സെറ്റ് ഓഫ് ഓൾ ഫിനാൻഷ്യൽ അറേഞ്ച്മെൻറ്റ് ദാറ്റ് ആർ മെയ്ഡ് അവൈലബിൾ ഇൻ ഹൗസിംഗ് ഫിനാൻസ് കമ്പനീസ് ടു മീറ്റ് ദെയർ റിക്വയർമെൻറ്റ് ഓഫ് ഹൗസിംഗ്. ഇതാണ് ഒരു ഡെഫിനിഷനായിട്ട് പറഞ്ഞത്. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഇറ്റ്സ് എ മോർഗേജ് ലോൺ, നമുക്കെല്ലാവർക്കും അറിയാമല്ലേ, ശരിയല്ലേ? ഇതെന്തിനൊക്കെ പർപ്പസിനാണ്? കൺസ്ട്രക്ഷൻ, അതുപോലെ പർച്ചേസ്, റിപ്പയർ, റിനോവേഷൻ, പിന്നെ അതുപോലെ ഫർണിഷിങ് ദ ഫ്ലാറ്റ്, അതൊക്കെയാണ് എന്താണ് ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. ഇതിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പ്രോപ്പർട്ടി, ഫിസിക്കൽ പ്രോപ്പർട്ടി ഇതിൻ്റെ പ്രസൻസ് ആയിട്ടുണ്ട്. ഫിസിക്കൽ പ്രോപ്പർട്ടി ഉണ്ട് നമുക്ക്, അല്ലേ, ഒരു വീട്. ഇതിനടുത്ത് ആ പ്രോപ്പർട്ടിയെ ചാർജ് ചെയ്യാറും ഉണ്ട്. അടച്ചു തീർത്തില്ലെങ്കിൽ അത്ര ഇതുണ്ട്. അടുത്ത് ഓണർഷിപ്പ് ഇൻട്രസ്റ്റ്, അതായത് നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നില്ല, അഥവാ നമ്മൾ അടയ്ക്കാൻ പറ്റിയില്ല, ലോൺ അടയ്ക്കാൻ പറ്റിയില്ല, എന്ത് ചെയ്യും, ബാങ്കുകാർ നമ്മളെ ഭീഷണിപ്പെടുത്തും, അല്ലേ? പറഞ്ഞ അതുപോലെ നമുക്കൊരു സ്വന്തമായിട്ടൊരു എന്താണ് വീട് കിട്ടി, അതും ഉണ്ട്. ഇനി ഇതിന് ലോണിന് അവൈലബിലിറ്റി അല്ലെങ്കിൽ എലിജിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, 18 വയസ്സ് പൂർത്തിയായിരിക്കണം, പിന്നെ ഒരു റെഗുലർ ഇൻകം ഉണ്ടായിരിക്കണം, റീപേയ്മെൻറ്റ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഇനി ലെൻഡർ മിക്കവാറും ആരായിരിക്കും, ബാങ്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും. പിന്നെ അതുപോലെ എന്താണ് ലോങ് ടേം ലോൺസ്, ഇതെന്താണ് മിക്കവാറും അതിൻ്റെ മാക്സിമം എന്ന് പറയുന്നത് 10 വർഷം തൊട്ട് 30 വർഷം വരെയൊക്കെയാണ് ഇതിൻ്റെ റീപേയ്മെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത്. പിന്നെ ക്രൈറ്റീരിയ ഫോർ ഡിറ്റർമൈനിങ് എമൗണ്ട് ഓഫ് ലോൺ, അതും ഉണ്ട്. എന്താണ് നമ്മുടെ ബോറോവറിൻ്റെ റീപേയിങ് കപ്പാസിറ്റി അനുസരിച്ച് മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ, ലോൺ ഇത്ര എമൗണ്ട് എന്ന് അവർ ഫിക്സ് ചെയ്യാറുണ്ട്. ഇനി ഒറിജിനൽ എമൗണ്ട് ഓഫ് ദ ലോണിനെ വിളിക്കുന്ന പേരാണ് എന്തോന്ന്, പ്രിൻസിപ്പൾ എന്ന് വിളിക്കും. എന്നാൽ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുമ്പോൾ അതും ഇതിൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആർ കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണിയാണ്. എന്ന് പറയുമ്പോൾ ഇന്നത്തെ 1 രൂപ ആയിരിക്കില്ല ഒരു 5 വർഷം കഴിയുമ്പോൾ ആ 1 രൂപയുടെ മൂല്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തും ഇവരെന്താണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. ഇൻട്രസ്റ്റ് ഉണ്ട് 8%, 7%, 8%, 13%, 15%, 16% വരെ എന്ത് ചെയ്യുന്നു, ഹൗസിംഗ് ലോണിന് ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു ടാക്സ് കൺസെഷൻ നമുക്ക് കിട്ടാറുണ്ട്. ദെൻ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളതെന്ന് വെച്ചാൽ എന്തുവാണ്, അഥവാ വീട് ലോണ് കൃത്യമായിട്ട് അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ വീട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ലേലത്തിന് വയ്ക്കും എന്നൊരു ക്ലോസൊക്കെ എന്ത് ചെയ്യും, ഇതിൽ കാണാറുണ്ട്. ഇതാണ് എന്തോന്ന് ഫീച്ചേഴ്സ് ഓഫ് ഹൗസിംഗ് ഫിനാൻസ്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസിംഗ് ഫിനാൻസ് ആണ് നെക്സ്റ്റ് പറയുന്നത്. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ഇൻഡയറക്ട്ലി അല്ലെങ്കിൽ ഡയറക്ട്ലി എന്ത് ചെയ്യുന്നു, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ആര്, ഈ ഹൗസിംഗ് ഫിനാൻസ്. എങ്ങനെയെന്ന് പറയുമ്പോൾ നമുക്കൊരു ലോൺ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് എഞ്ചിനീയറിനെ പോയി എന്ത് ചെയ്യും, പ്ലാനൊക്കെ വരയ്ക്കും. സോ അയാൾക്ക് പണി കിട്ടി. നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു, നമ്മൾ കൺസ്ട്രക്ഷൻ വർക്കേഴ്സിനെ പോയി കാണും, അവർക്ക് എന്ത് ചെയ്യുന്നു, അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് എന്ത് ചെയ്യും, ഈ കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടി മെറ്റീരിയൽസ്, ഇങ്ങനെ എന്താണ് ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻഡയറക്ട്ലി എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഡയറക്ട്ലി എന്ത് ചെയ്യും, ജനറേറ്റ് ചെയ്യും. പിന്നെ എംപ്ലോയ്മെൻറ്റ് ഓഫ് ഓക്സിലറി ഇൻഡസ്ട്രീസും എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് അതുപോലുള്ളതെല്ലാം എന്ത് ചെയ്യും, ഓക്സിലറി ഇൻഡസ്ട്രീസും ഡെവലപ്പ് ആവും. പിന്നെ
മൈഗ്രേഷന് തടയും. എന്ന് പറയുമ്പോൾ ഇപ്പോൾ വില്ലേജ് ഏരിയയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ഉള്ള ആൾക്കാർ തന്നെ വന്ന് എന്ത് ചെയ്യും, കൺസ്ട്രക്ഷൻ വർക്കിനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പം എന്താണ്, അവർ മൈഗ്രേറ്റ് ചെയ്യുന്നത് തടയും. പിന്നെ ഒരാളൊരു വീട് വയ്ക്കുമ്പോൾ എന്ത് ചെയ്യും, അവിടുത്തെ റോഡെല്ലാം ക്ലീൻ ആകും, കുറച്ച് വഴികളൊക്കെ ശരിയാകും. അങ്ങനെ ഒരുപാട് പേര് വയ്ക്കുമ്പോൾ എന്ത് ചെയ്യും, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസൊക്കെ ഡെവലപ്പ് ആവും. അങ്ങനെ അവിടെ എന്ത് ചെയ്യും, ഒരു ടൗൺഷിപ്പ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ എന്ത് ചെയ്യും, മൊത്തത്തിലൊരു എക്സ്പാൻഷൻ എന്ത് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു ഈ ഹൗസിംഗ് ഫിനാൻസ്. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസിംഗ് ഫിനാൻസ് പറയുന്നത്. ദെൻ പല ടൈപ്സ് ഓഫ് ഹൗസിംഗ് ഫിനാൻസ് ഉണ്ട്. ഒന്നെന്താണ്, ഹോം പർച്ചേസ് ലോൺസ്. എന്താണ്, നമ്മുടെ വീട് വാങ്ങിക്കുവാൻ വേണ്ടിയുള്ള ലോൺസിനെ വിളിക്കുന്ന പേരാണ് എന്തോന്ന്, ഹോം പർച്ചേസ് ലോൺസ്. ഇനി ഹോം കൺസ്ട്രക്ഷൻ ലോൺസ് ഉണ്ട്. അതെന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ വീട് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ലോൺസ്. ഇനി ഹോം എക്സ്റ്റൻഷൻ ലോൺസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ വീട് എക്സ്റ്റൻഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ലോൺസ് അല്ലെങ്കിൽ റിനോവേറ്റ് ചെയ്യാനുള്ള ലോൺസ്. ഹോം കൺവേർഷൻ ലോൺസ് എന്ന് പറയുമ്പോൾ എന്തുവാണ്, നമ്മൾ ഓൾറെഡി ഒരു ലോൺ എടുത്ത് വീട് വെച്ചു, ദെൻ രണ്ടാമത്തെ എന്തുവാണ്, വേറൊരു ലോൺ എടുത്ത് നമ്മൾ വേറൊരു വീട് വാങ്ങിക്കുന്നു. സോ ആദ്യത്തെ ലോൺ എന്ത് ചെയ്യും, അതിൻ്റെ ബാലൻസ് പോർഷൻ നമ്മൾ രണ്ടാമത്തെ ലോണിലോട്ട് ക്യാരി ഓവർ ചെയ്യും. അപ്പോൾ പിന്നെ ഇനി എന്താണ്, ആദ്യത്തെ ലോണൊന്നും അടയ്ക്കണം, ഇനി രണ്ടാമത്തെ ലോൺ നമ്മൾ അടച്ചാൽ മതി. അതാണ് എന്താണ്, കൺവേർഷൻ ലോൺസ്. ലാൻഡ് പർച്ചേസ് ലോൺസ്, അതെന്താണ്, ലാൻഡ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ എന്ത് ചെയ്യാം, അതിൻ്റെ കൂടെ കൺസ്ട്രക്ഷൻ്റെതും കൂടെ കാണും. അടുത്ത് സ്റ്റാമ്പ് ഡ്യൂട്ടി ലോൺസ് എന്ന് പറയുമ്പോൾ എന്തുവാണെന്ന് വെച്ചാൽ, ഈ നമ്മൾ പേയ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടീസൊക്കെ, ഹ്യൂജ് സ്റ്റാമ്പ് ഡ്യൂട്ടീസൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സ്റ്റാമ്പ് ഡ്യൂട്ടി ലോൺസ് കൊടുക്കാറുണ്ട്. അടുത്ത ബ്രിഡ്ജ് ലോൺസ് എന്ന് പറഞ്ഞാൽ, എനിക്ക് ഓൾറെഡി ഒരു വീടുണ്ട്, അതിനെ എനിക്ക് വിറ്റിട്ട് വേറൊരു വീട് വാങ്ങിക്കണം. ഓക്കെ, അതിന് വേണ്ടി. അടുത്ത NRI ഹോം ലോൺസ് എന്ന് പറയുമ്പോൾ എന്തുവാണ്, ഞാനൊരു NRI ആണ്, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ സ്വന്തമായിട്ടൊരു വീട് കൺസ്ട്രക്ട് ചെയ്യണം, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വീട് വാങ്ങിക്കണം. അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് തോന്നുന്നത് NRI ഹോം ലോൺസ്. നെക്സ്റ്റ് നമ്മുടെ ഹൗസിംഗ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യയിലുള്ള ഹൗസിംഗ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, HUTCO. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് ഫുള്ളി ഓൺ ചെയ്യുന്നത്. ഇത് തുടങ്ങിയത് ഏപ്രിൽ 25, 1970 ഒബ്ജക്റ്റീവ് പ്രൊവൈഡിങ് ലോങ് ടേം ഫിനാൻസ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസസ് അണ്ടർടേക്കിംഗ് അർബൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ആണ്. പിന്നെ വർക്കിംഗ് അണ്ടർ ദ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് ദ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ പോവർട്ടി അലിവേഷൻ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അഫോർഡബിൾ ഹൗസിംഗ് ആൻഡ് ക്യാരി ഔട്ട് അർബൻ ഡെവലപ്മെൻ്റ് ആണ് ഇവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്സിൽ പറയുന്നത്. പിന്നെ പ്രയോറിറ്റി പ്രോഗ്രാംസ് ലൈക്ക് ലോ കോസ്റ്റ് സാനിറ്റൈസേഷൻ, സ്ലം അപ്ഗ്രഡേഷൻ, സ്റ്റാഫ് ഹൗസിംഗ്, നൈറ്റ് ഷെൽട്ടർ ഫോർ ഫുട്പാത്ത് ഡ്വെല്ലർ, ഷെൽട്ടർ അപ്ഗ്രഡേഷൻ അണ്ടർ നെഹ്റു റോസ്ഗാർ യോജന, റൂറൽ ഹൗസിംഗ് അണ്ടർ മിനിമം നീഡ് പ്രോഗ്രാം എക്സെട്രയാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള പരിപാടികൾ. ദെൻ HUDCO നിവാസ് എന്ന് പറഞ്ഞൊരു ഹൗസിംഗ് ലോൺ സ്കീമും കൂടെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് 1999. ഇതെന്ന് പറയുമ്പോൾ എന്തുവാണ്, പണ്ടൊക്കെ ഇവരെന്ത് ചെയ്യുന്ന അറിയാമോ, നമ്മുടെ ലോൺസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഗവൺമെൻറ്റിനും അല്ലെങ്കിൽ ഹൗസിംഗ് ഏജൻസീസൊക്കെ തന്നെ കൊടുക്കും. ഇപ്പം അങ്ങനെയല്ല, അത് നേരിട്ട് ഡയറക്റ്റായിട്ട് ആർക്ക് കൊടുക്കുന്നു, ബോറോവേഴ്സിന് തന്നെ കൊടുക്കുന്നതാണ് എന്ത് ചെയ്യുന്നത്, HDCO നിവാസ് എന്ന പദ്ധതി. ഇവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് ആണ് നെക്സ്റ്റ് പറയുന്നത്. To extend a long-term finance for construction or a residential complex or to undertake housing and urban development programs in the country. നെക്സ്റ്റ് പറഞ്ഞാൽ എന്തുവാണ്, ഫിനാൻസ് ഓർ അണ്ടർടേക്ക് ബിൽഡിംഗ് ഓർ ന്യൂ ഓർ സാറ്റലൈറ്റ് ടൗൺസ്, അത് മൊത്തത്തിലോ അല്ലെങ്കിൽ പാർട്ട്ലിയോ. Then to subscribe the debentures bonds to be issued by the state housing or urban, അതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. Then to set up of industrial enterprises for building materials. Then to manage money received from the government of India and other resources എന്തിനു വേണ്ടി, ഹൗസിംഗ് അർബൻ ഡെവലപ്മെൻറ്റിന് വേണ്ടി. പിന്നെ to promote, establish എന്തിന്,
നമ്മുടെ പ്രോജക്റ്റ് ഓഫ് ഡിസൈനിങ് ആൻഡ് പ്ലാനിങ് ഓഫ് വർക്ക് റിലേറ്റിംഗ് ടു ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ ആൻഡ് അബ്രോഡ്. അതാണ് ഇവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ, HDFC. HDFC എന്ന് പറയുമ്പോൾ വാസ് പ്രൊമോട്ടഡ് ബൈ ആരാണ്? ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്തത്. ഇറ്റ് വാസ് ഫൗണ്ടഡ് എന്നാണ് 1977 ആസ് ദ ഫസ്റ്റ് സ്പെഷ്യലൈസ്ഡ് മോർഗേജ് കമ്പനി ഇൻ ഇന്ത്യയാണ്. പിന്നെ ഇതൊരു ഇന്നോവേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ആൻഡ് എ മാർക്കറ്റ് ലീഡർ ഇൻ ദ ഹൗസിംഗ് ഫിനാൻസ് സെക്ടർ ഇൻ ഇന്ത്യ. ദെൻ വേൾഡ് ബാങ്ക് തന്നെ ഇവരെന്തുവാണ് ഒരു മോഡൽ പ്രൈവറ്റ് സെക്ടർ ഹൗസിംഗ് ഫിനാൻസ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്തുവാണ് ഡെവലപ്പിംഗ് കൺട്രീസിലെ ഒരു മോഡൽ പ്രൈവറ്റ് സെക്ടർ ഫിനാൻസ് എന്നാണ് പറയുന്നത്. ദെൻ HDFC പ്രൊവൈഡ് ചെയ്യുന്ന ലോൺസ് ഏതൊക്കെയെന്ന് അറിയുമോ? ബൈയിങ് ഓർ കൺസ്ട്രക്ടിങ് ഹൗസസ്, എക്സ്റ്റൻഷൻ ഓർ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് എക്സിസ്റ്റിംഗ് ഹൗസസ്, അക്വയറിങ് എ സെൽഫ് കൺവൈൻഡ് ഫ്ലാറ്റ് ഇൻ ആൻ എക്സിസ്റ്റിംഗ് ഓർ പ്രൊപ്പോസ്ഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇതിങ്ങനെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവർ ആ പ്രോപ്പർട്ടിയുടെ കോസ്റ്റ് ഇൻക്ലൂഡിങ് കോസ്റ്റ് ഓഫ് ലാൻഡ് ഉൾപ്പെടെ അതിൻ്റെ 85% ഇവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പക്ഷേ മാക്സിമം ലോൺ ഒരു ഇൻഡിവിജ്വലിന് എടുക്കുന്നത് 25 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. അത് റീപേയ്മെൻറ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം എത്രയാണ്? 15 വർഷം വരെ അവർ കൊടുക്കാറുണ്ട്. ദെൻ റീപേയ്മെൻറ്റ് ഡസ് നോട്ട് ഓർഡർലി എക്സ്റ്റെൻഡ് ബിയോണ്ട് ദ ഏജ് ഓഫ് റിട്ടയർമെൻറ്റ് ഓർ 65 ഓഫ് ഏജ്. ഏതാണോ ഏർലിയർ അതുവരെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 65 വയസ്സ് വരെ ഉള്ള ആൾക്കേ കൊടുക്കാറുള്ളൂ. അതിന് മുമ്പേ എന്ത് ചെയ്യും? അവർ ലോൺ അടച്ചു തീർക്കാൻ പറയാറുണ്ട്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് HDFC. HDFCയുടെ ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. ഇറ്റ്സ് ടു എൻഹാൻസ് റെസിഡൻറ്റ് ഹൗസിംഗ് സ്റ്റോക്ക്, ടു പ്രൊമോട്ട് ഹൗസ് ഓണർഷിപ്പ് ബൈ പ്രൊവൈഡിംഗ് ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡ് ഫാമിലീസ് വിത്ത് ലോങ് ടേം ഹൗസിംഗ് ലോൺസ് അറ്റ് കൊമേഴ്ഷ്യൽ വയബിൾ റേറ്റ്. ടു ഫിനാൻസ് മെയിൻലി ലോ ആൻഡ് മിഡിൽ ഇൻകം ഗ്രൂപ്പിനെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. പിന്നെ സിംഗിൾ ഫാമിലീസിനൊക്കെ ഒരു വീട് എന്നുള്ള രീതിയിലാണ്. ദെൻ അടുത്ത ഗ്രാൻഡിങ് ലോൺസ് ടു ദ കോർപ്പറേറ്റ് സെക്ടർ ഫോർ ഹൗസിംഗ് ദെയർ എംപ്ലോയീസിനെയും എന്താണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയെ അവർ ഹെൽപ്പ് ചെയ്തിട്ട് പറയും എന്താണ് നിങ്ങളുടെ എംപ്ലോയീസിനെ എന്ത് ചെയ്യാം, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം, അവർക്ക് പ്രൊവൈഡ് ചെയ്യാം ഇത്ര % ലോണിൽ ഇത്രയും % ഇൻട്രസ്റ്റ് കുറച്ചിട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ കോർപ്പറേറ്റ് സെക്ടറിലുള്ളവർക്കും അവരുടെ എംപ്ലോയീസിനെ വീട് വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അടുത്ത് ഇൻഷുറൻസ് ഓർഗനൈസേഷൻ ഓർ കോർപ്പറേഷൻസ്. ഇതെന്ന് പറയുമ്പോൾ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനും അതുപോലെ എന്താണ് ഗ്രൂപ്പ് ഇൻഷുറൻസ് കോർപ്പറേഷനും കൂടെ ഉള്ളതാണ്. എന്താണ് അവർ ഡയറക്റ്റോ ഇൻഡയറക്റ്റ്ലി പറയുന്നാറുണ്ട്. ദെൻ LIC എന്ത് ചെയ്യുന്നു? അവർ സബ്സിഡി ഫോർ ദ പർപ്പസ് നെയിമിൽ എന്താണ് LIC ഹോം ഫിനാൻസ് ലിമിറ്റഡ് അങ്ങനത്തെ രീതിയിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ GIC എന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റ്ലിയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അവർ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യും, ബോൺസും ഡിബഞ്ചേഴ്സും ഒക്കെ എന്ത് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്താണ് അവർ ഇൻഡയറക്റ്റ്ലിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പുതിയൊരു സംഭവം കൂടെ പുതിയൊരു സബ്സിഡിയും കൂടെ ഇറക്കിയിട്ടുണ്ട്, GIC ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ്. അതെന്താണ് ജൂലൈ 1990 ഇറങ്ങിയതാണ്. അതെന്ത് ചെയ്യുന്നു ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി ലെൻഡ് ചെയ്യാറുണ്ട് അവർ. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് ഹൗസിംഗ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സ്പെഷ്യലൈസ്ഡ് ഹൗസിംഗ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ദേ ആർ സർട്ടൺ ഇൻസ്റ്റിറ്റ്യൂഷൻ ടേംഡ് ആസ് സ്പെഷ്യലൈസ്ഡ് HFI വിച്ച് കാറ്റർ ഓൺലി ടു ദ നീഡ് ഓഫ് ദ ഹൗസിംഗ് സെക്ടറിനെ മാത്രം നോക്കിയിട്ടാണ്. They can further be classified as housing finance companies promoted in public, private, joint sector and corporate financing societies. But a number of HFCs has been sponsored by banks such as SBI, Home Finance. അങ്ങനെയൊക്കെ അവർ സ്പോൺസർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് എന്താണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ത് ചെയ്യുന്നു നമുക്കറിയാം അല്ലേ, അവരെന്ത് ചെയ്യുക ലെൻഡിങ് ടു ഇൻഡിവിജ്വൽ ഫോർ ഹൗസിംഗ് എമേർജ്ഡ് ഇൻ ദ വേക്കപ്പ് ഓഫ് റിപ്പോർട്ട് ഓഫ് ദ വർക്കിംഗ് ഗ്രൂപ്പ് ഓഫ് ഓൺ റോൾ ഓഫ് ബാങ്കിങ് സിസ്റ്റംസ് ഇൻ പ്രൊവൈഡിങ് ഫിനാൻസ് ഫോർ ഹൗസിംഗ് സ്കീംസ്. ദേ ഹാസ് ബീൻ ലെൻഡിങ് ടു ദ ഹൗസിംഗ് സെക്ടർ ബേസ്ഡ് ഓൺ ആനുവൽ ക്രെഡിറ്റ് അലോക്കേഷൻ മെയ്ഡ് ബൈ ദ RBIയുടെ നിർദ്ദേശം അനുസരിച്ച് ആനുവലി പറയുന്നതനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് അവർ എന്ത് ചെയ്യുന്നത് ലെൻഡ് ചെയ്യുന്നത്, ഹൗസിംഗ് സെക്ടറിൽ ലെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കോർപ്പറേറ്റ് ബാങ്ക്സ്. കോർപ്പറേറ്റ് ബാങ്ക്സ് എന്ന് പറയുന്നത് എന്താണ് അവർ 3 ലെവലിലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് ബാങ്ക്സ്, ഡിസ്ട്രിക്ട് കോർപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് എന്ത് ചെയ്യുന്ന പ്രൈമറി കോർപ്പറേറ്റീവ് ബാങ്ക്സ്. അങ്ങനെ 3 ലെവലിലാണ് അവരെന്ത് ചെയ്യുന്നത് ടാർഗറ്റ് ചെയ്യുന്നത് വീക്ക്ലി ആയിട്ടുള്ള സെക്ഷൻ, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു ലോ ഇൻകം ഗ്രൂപ്പ്സ്, പിന്നെ മിഡിൽ ഇൻകം ഗ്രൂപ്പ്സ് അങ്ങനെ ടാർഗറ്റ് ചെയ്ത് കാറ്റഗറി ചെയ്താണ് അവർ എന്ത് ചെയ്യുന്നത് ലോൺസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്.
നെക്സ്റ്റ് പറയുന്നത് എന്താണ്, കൊമേഴ്ഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് ബാങ്ക്സ്. അവരെന്ന് പറയുന്നത് എന്താണ്, ഹോം ഫിനാൻസ് വിങ്സ് ഓഫ് കൊമേഴ്ഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് ബാങ്ക്സ് ആണ്. ഒരു വിങ് ആണ്. അവരെന്ത് ചെയ്യുന്നത്, ഹൗസിംഗ് ഫിനാൻസ് ഇൻഡിവിജ്വലും കോർപ്പറേറ്റ് ബോഡീസും പ്രൊമോട്ടേഴ്സും ഡെവലപ്പേഴ്സിനുമാണ് അവർ കൊടുക്കുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണെന്ന് തോന്നുന്നു, നാഷണൽ ഹൗസിംഗ് ബാങ്ക്, NHB. ഇതെന്ന് പറഞ്ഞാൽ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ റെഗുലേഷൻ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ഹൗസിംഗ് ഫിനാൻസ് കമ്പനി ഓപ്പറേറ്റിംഗ് ഇൻ ഇന്ത്യ. ഇത് RBI ആണ് പ്രൊമോട്ട് ചെയ്തത് 1987, പക്ഷേ വിത്ത് എന്താണ് ഒരു പാർലമെൻറ്റിൽ ഒരു ആക്റ്റോടുകൂടി. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, പ്രൊമോട്ടിംഗ് ഹൗസിംഗ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പേയിങ് ഫോക്കസ്ഡ് അറ്റൻഷൻ ഓഫ് ഹൗസിംഗ് ഫിനാൻസ് സെക്ടർ. എൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ്, റീജിയണൽ ഓഫീസ് മുംബൈയിലും, റെപ്രസെൻറ്റേറ്റീവ് ഓഫീസ് ഹൈദരാബാദ്, ബാംഗ്ലൂർ, ചെന്നൈ, കൊൽക്കത്ത, ലക്നൗ, അഹമ്മദാബാദ്, ഭോപ്പാൽ, പാട്ന, നാഗ്പൂർ ആൻഡ് ഭുവനേശ്വർ ഇവിടെയൊക്കെ ഉണ്ട്. ഹെഡഡ് ബൈ ആരുടെ, ഒരു ഫുൾ ടൈം ചെയർമാനും മാനേജിങ് ഡയറക്ടറും, പിന്നെ സപ്പോർട്ട് ചെയ്യണത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്, അതർ ഓഫീസേഴ്സ്. ഇതൊക്കെയാണ് അവരുടെ ഇതിലുള്ളത്. ഇനി അതിൻ്റെ വെളിയിൽ നിന്ന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കംപ്രൈസിങ് ഓഫ് എന്താണ്, ഡയറക്ടേഴ്സ് നോമിനേറ്റ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഗവൺമെൻറ് ടോപ്പ് ഒഫീഷ്യൽസ്, എമിനൻറ്റ് ഇൻഡിപെൻഡൻറ്റ് പ്രൊഫഷണൽസ്, ഗൈഡ് ദ അഫെയർ ഓഫ് NHB. ഇവരെല്ലാം കൂടെ ചേർന്നാണ് NHBയെ നയിച്ചുകൊണ്ട് പോകുന്നത്. NHBയുടെ ഒബ്ജക്റ്റീവ്സ്: promote a suitable and cost-effective housing finance system to cater all the segments of the population. To promote a network of dedicated housing finance institutions to adequate serve various regions and different income groups. To encourage savings for augmentations the resources of the sector and channelizing them for housing finance sector. To regulate the activities of housing finance companies based on regulatory and supervisory authority derived under this act. To ensure housing finance with the reach of common people by making them less expensive. To make suitable use of technology in housing sector. To ensure uninterrupted availability of land and building. Then to encourage public agency to emerge as land for housing. To enforce the backward and forward linkage of the housing sector with the other part of the economy. To make an attempt to increase the financial resources for the housing finance sectors. ഇതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് NHB പറയുന്നത്. അടുത്ത റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് NHB. നെക്സ്റ്റ് റോള് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് NHBs ആണ് പറയുന്നത്. ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊമോഷണൽ ഫംഗ്ഷനാണ്. എന്ന് പറഞ്ഞാൽ പ്രൊമോട്ടിങ് ആൻഡ് ഡെവലപ്പിംഗ് സ്പെഷ്യലൈസ്ഡ് ഹൗസിംഗ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ മൊബിലൈസിംഗ് റിസോഴ്സ് ആൻഡ് സപ്ലൈ ഓഫ് ക്രെഡിറ്റ് ഫോർ ഹൗസ് കൺസ്ട്രക്ഷൻസ്. ദെൻ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ റെഗുലേറ്ററി ഫംഗ്ഷനാണ്. ഇതെന്ന് പറയുന്നതെന്ന് വെച്ചാൽ വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓപ്പറേറ്റിംഗ് ദെയർ ആർ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് NHBs. അവരെയൊക്കെ എന്താണ്, റെഗുലേറ്റ് ചെയ്യുക. അടുത്ത് ഫിനാൻസിങ് ഫംഗ്ഷൻ. ഇതെന്ന് പറഞ്ഞാൽ പ്രൊവൈഡിങ് എന്താണ്, കറക്റ്റ് ഫെസിലിറ്റീസ് കൊടുക്കുക. എന്തിനാണ്, ഹൗസിംഗ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനും അതുപോലെ ഷെഡ്യൂൾഡ് ബാങ്കിനും എന്താണ്, പ്രൊവൈഡ് ഗ്യാരണ്ടിയും അണ്ടർ റൈറ്റിംഗ് ഫെസിലിറ്റീസ് എല്ലാം കൊടുക്കുക. അടുത്ത് നാലാമത്തെന്ന് പറയുന്നത് മൊബിലൈസേഷൻ ഫംഗ്ഷൻ. എന്താണ്, വേരിയസ് സ്കീംസ് ഫോർ മൊബിലൈസിങ് റിസോഴ്സസ്, അതുപോലെ തന്നെ എക്സ്റ്റൻഷൻ ഓഫ് ക്രെഡിറ്റ് ഫോർ ഹൗസിംഗ് എക്സ്പെഷ്യലി ഫോർ എക്കണോമിക്കൽ വീക്കർ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റീസ്. അതൊക്കെയാണ് മൊബിലൈസ് ചെയ്യുക. അടുത്ത് പറയുന്നത് റോൾ ഓർ ഫങ്ഷൻ ഓഫ് NHB. അതിൽ തന്നെ എന്താ പറയുക, കോഓർഡിനേഷൻ ഫങ്ഷൻ. എന്താണ്, എല്ലാ ഏജൻസിയും എന്താണ് കോർഡിനേറ്റ് ചെയ്യുക. ദെൻ അടുത്ത അസറ്റ് സെക്യൂരിറ്റൈസേഷൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, securitization of mortgage loan has been considered by national housing banks as viable and a practical solution for the creation of large amount of resources for housing sector. Appropriate step has been taken by NHB to facilitate and encourage the mortgage securitization. ഇത് ഇത്രയുമാണ് റോൾ അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് NHB എന്ന് പറയുന്നത്. അടുത്ത മെയിൻ സോഴ്സസ് ഓഫ് ഫണ്ട് ഫോർ NHB. ബോൺസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് ബോറോ ചെയ്യണത്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തേക്കണ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബോറോ ചെയ്തത്.
ആക്സെപ്റ്റൻസ് ഓഫ് ലോങ് ടേം ഡെപ്പോസിറ്റ്സ്, പിന്നെ ഷോർട്ട് ടേം അക്കോമഡേഷൻ ഫ്രം RBI, പിന്നെ ബോറോയിങ്സ് ഇൻ ഫോറിൻ കറൻസി ഫ്രം ബാങ്ക്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ അബ്രോഡ്. ഇത്രയുമാണ് അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. അവരൊരു പുതിയ സ്കീമും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഹോം ലോൺ അക്കൗണ്ട് സിസ്റ്റം. അതെന്ന് പറഞ്ഞാൽ ജൂലൈ 1, 1989 തൊട്ടാണ്. ഷെഡ്യൂൾ ബാങ്കുമായിട്ട് കോർപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് ഇതൊരു സ്കീം. ഇറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് എ റീഫിനാൻസ് സ്കീം ഫോർ ദ റീജിയണൽ റൂറൽ ബാങ്ക്സിനും ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഫിനാൻസ് ആക്ട് 2019 ഹാസ് ബീൻ അമെൻഡഡ്. നാഷണൽ ഹൗസിംഗ് ബാങ്കിങ് ആക്ട് 1987 അമെൻഡ് ചെയ്താണ് തോന്നുന്നു ഫിനാൻസ് ആക്ട് 2019 പറയുന്നുണ്ട്. അടുത്ത അമെൻമെൻറ്റ് കൺഫേം ദ പവർ ഓഫ് റെഗുലേഷൻ ഓഫ് ഹൗസിംഗ് ഫിനാൻസ് കമ്പനീസ് ടു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അമെൻമെൻറ്റ് എന്ത് ചെയ്യുന്നു? ഹൗസിംഗ് ഫിനാൻസ് കമ്പനീസിന് എന്ത് ചെയ്യുന്നു? ടു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ. അതാണ് അമെൻമെൻറ്റിൽ മെയിനായിട്ട് പറയുന്നത്. ഇതാണ് എന്താണ് നമ്മുടെ NHB, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വന്നത് എന്താണ്? ഹൗസിംഗ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യയിലുള്ള കാര്യങ്ങൾ പറഞ്ഞത്. നമ്മൾ പഠിച്ചത് എന്താണെന്ന്? ഹൗസിംഗ് ഫിനാൻസിനെ കുറിച്ച്. ശരിയല്ലേ? അപ്പോൾ ഹൗസിംഗ് ഫിനാൻസ് മനസ്സിലായി. താങ്ക് യു.